മഹാന്മാർ അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തിരുന്നത് അതാണ്. ഈ ദുആ നമ്മളെങ്ങനെ ചെയ്യണം? എന്റെ ഉമ്മമാര്, ഒരുപാട് ഉമ്മമാര് വാത് കേൾക്കുന്നുണ്ട് എന്ന് നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞു. നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, റബ്ബേ നീ എത്ര കാലം എനിക്ക് ആയുസ്സ് തന്നു എന്നറിയില്ല. ഇത്ര കാലം ഞങ്ങൾ ഇവിടെ ജീവിച്ചു, ഇനി എത്ര കാലം ഞങ്ങൾ ഇവിടെ ജീവിക്കാനുണ്ടെന്നറിയില്ല, ഉറപ്പില്ല. പക്ഷേ ഒരൊറ്റ ആഗ്രഹമുണ്ട്, നിന്റെ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നതിന് മുമ്പ് നിന്റെ ദുനിയാവിലെ എന്റെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലാക്കി തരണേ അല്ലാഹ്. ഇത് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. എന്തേ കാരണം? മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, മന്മാത കദാലിക, അവസാനം മരിക്കുമ്പോൾ ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഗുഫിറ ലഹു, അവന്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങൾ അല്ലാഹ് പുറത്തു കൊടുത്തു. മഹാന്മാര് മരിക്കാൻ നല്ല സമയം കാത്തിരുന്നു, നല്ല ദിവസം കാത്തിരുന്നു, നല്ല നല്ല സ്ഥലങ്ങൾ കാത്തിരുന്നു. എത്ര ആളുകളാണ് റജബിൽ മരിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തവരുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. റജബ് മാസത്തിന് തൊട്ടു മുമ്പ് രോഗം ബാധിച്ചാൽ, റജബ് മാസത്തിന്റെ തൊട്ടു മുമ്പത്തെ മാസം ഏതാ? റജബ് മാസത്തിന്റെ തൊട്ടു മുമ്പത്തെ മാസം ഏതാന്ന് മഞ്ജിക്കാരോട് ഞാൻ ചോദിക്കുകയാണ്. ഉസ്താദെ അതൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ ഡിസംബറിന്റെ തൊട്ടു മുമ്പത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൂലായിട്ട് പറയും നവംബർ എന്ന് പറയും. റജബിന്റെ തൊട്ടു മുമ്പത്തെ മാസം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, റജബ് മാസം കടക്കുന്നതിന് മുമ്പ് രോഗം ബാധിച്ചു. പണ്ഡിതന്മാര് പറയാണ്, അങ്ങനെ രോഗം ബാധിച്ചവർ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. റബ്ബേ അതേ എന്റെ മരണം റജബ് മാസത്തിൽ നീ ആക്കി തരണേ അല്ലാഹ്. റജബിന്റെ മുമ്പ് രോഗം ബാധിച്ചാൽ മഹാന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നത് അങ്ങനെയാണ്, എന്റെ മരണം റജബ് മാസത്തിലാക്കി തരണേ അല്ലാഹ്. എന്തേ കാരണം? റജബ് മാസത്തിൽ മരണപ്പെട്ടാൽ അല്ലാഹു തആല ആ മാസത്തിൽ ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അപ്പൊ ഈ പാവപ്പെട്ട ഞാൻ അല്ലാഹ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഭാഗത്തിൽ ഞാനൊന്ന് പെട്ടാലോ, അതിനേക്കാളും വലിയ ഭാഗ്യം വേറെ ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ഇനിയുള്ള കാലം നന്നാകാൻ വേണ്ടി ചിന്തിക്കണം, ഇനിയുള്ള കാലം നന്നാകാൻ വേണ്ടി ആലോചിക്കണം. അതിന് നന്നാകണമെങ്കിൽ ഒന്നാമതായി എന്ത് വേണം? നമ്മൾ ഇബാദത്തെടുക്കാൻ പോകുന്നതിന് മുമ്പായി ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മളെ ഒന്ന് ശുദ്ധിയാക്കിയെടുക്കണം. പണ്ഡിതന്മാര് പറഞ്ഞു, ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ആ മഹാൻ പറഞ്ഞു, ഓ മനുഷ്യ, റജബുലി തർക്കിൽ ആഫാത്ത്, റജബ് മാസം എന്നത് ആഫത്തുകൾ ഉപേക്ഷിക്കാനുള്ള മാസമാണ്. ജീവിതത്തിൽ നീ ഇന്നേ വരെ ചെയ്തു പോന്ന തെറ്റുകളുണ്ടോ, ആ തെറ്റുകൾ നിർത്തൽ ചെയ്യേണ്ടുന്ന മാസമാണ് റജബ്. അല്ലാതെ റമളാനിൽ മാത്രം നീ ഇബാദത്ത് എടുത്തത് കൊണ്ട് നന്നാകൂല. ചെറുപ്പക്കാരാ, അന്യ പെണ്ണിനോട് നിനക്ക് അവിഹിത ബന്ധമുണ്ടോ?
വാത് കേൾക്കുന്ന പെങ്ങളെ, അന്യ ചെറുപ്പക്കാരനോട് അവിഹിത ബന്ധമുണ്ടോ? ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ആരും അറിയാതെ നീ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ? നിന്റെ കൈവെള്ളയിലുള്ള മൊബൈൽ ഫോണിലൂടെ അതാ അർദ്ധരാത്രി വരെ നിന്റെ ബാപ്പ കാണാതെ, നിന്റെ ഉമ്മ കാണാതെ നീ അതിൽ ഹറാമ് കണ്ട് രസിക്കുന്നുണ്ടോ? ആ ഹറാമ് കണ്ട് കിടന്നുറങ്ങുന്നുണ്ടോ? അത് നിർത്താനുള്ള സമയമാണ് മോനെ, അത് നിർത്താനുള്ള സമയമാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, റജബ് മാസം തെറ്റുകൾ അവസാനിപ്പിക്കാനുള്ള മാസമാണ്. നമ്മൾ ഇബാദത്ത് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊന്ന് കഴുകി ശുദ്ധിയാകണം. നമ്മളെ ഒന്ന് കഴുകി ശുദ്ധിയാക്കണം. ചോദിക്കട്ടെ ഉമ്മമാരോട്, ഭർത്താക്കന്മാരുടെയും നിങ്ങളുടെയും കുപ്പായം വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? സ്വന്തം വീട്, ആ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി? ചില ഉമ്മമാർക്ക് ഭയങ്കര വസ്വാസ്. വീട്ടില് ടൈൽസ്, പുതിയ വീട് പണി നടക്കുകയാണ്, ഉദാഹരണം പറയാം. അപ്പൊ ടൈൽസോ ഗ്രാനൈറ്റ്സോ ഒക്കെ വാങ്ങാൻ പോകുമ്പോ ആദ്യം തന്നെ ഭർത്താവിനോട് പറയും, മനുഷ്യ ബെൽത്തത് വാങ്ങണ്ട, ബെൽത്ത കളറിന്റെ വാങ്ങണ്ട. എന്താ കാരണം? എന്തെങ്കിലും ഒരു കാട്ടം നിലത്ത് വീണെങ്കിൽ എടുത്തിട്ട് കാണും, അത് കണ്ടെങ്കിൽ ആവാല മർക്ക സങ്കട്ടാവും. അപ്പൊ അതുകൊണ്ടിട്ടു ബെൽത്ത ടൈൽസാ ബെൽത്ത ഗ്രാനൈറ്റ് എടുക്കണ്ട. കാരണം അതിലൊരു ചെറിയ മുടി വീണാൽ പോലും ആ മുടി എടുത്തു കാണും. എന്താ കാരണം? ഒരു ചെറിയ കാട്ടം അത് നിലത്ത് വീണാൽ അത് കണ്ടാൽ സഹിക്കാൻ പറ്റൂല ചില ഉമ്മമാർക്ക്. അത് നല്ല സ്വഭാവമാണ്. പക്ഷേ ടൈൽസിൽ ഒരു കറുപ്പ് അടയാളം കാണുന്നതിലേറെ, ഓ ഉമ്മമാരെ, നിങ്ങളെ വീട്ടിന്റെ ഗ്രാനൈറ്റിൽ ഒരു എന്തെങ്കിലും പൊടികൾ കാണുന്നതിന്റെ അപകടത്തിലേറെ ഏറ്റവും വലിയ അപകടം ഖൽബിൽ ഒരു കറുത്ത പുള്ളി വീണാൽ അതിനേക്കാളും വലിയ അപകടം വേറെയില്ലല്ലോ. പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിന്റെ എണ്ണമനുസരിച്ച് തെളിഞ്ഞിട്ടുള്ള ഖൽബ്, മുഅ്മിന്റെ ഖൽബ് നല്ല തെളിച്ചമുള്ള ഖൽബാണല്ലോ. ആ ഖൽബിൽ കറുത്ത പാടുകൾ വീണുപോയി തെറ്റുകൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഖൽബ് നിറയെ കറുത്തിരുണ്ടുപോയി. നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനു മുമ്പ് നമ്മുടെ കറുത്തിരുണ്ടുപോയ ഖൽബിനെ ഒന്ന് ശുദ്ധീകരിക്കണ്ടേ, ഒന്ന് വൃത്തിയാക്കണ്ടേ, ഒന്ന് കഴുകിയെടുക്കണ്ടേ. കല്യാണ വീട്ടിൽ പോകുമ്പോ ആ കല്യാണ വീട്ടിൽ പോകുന്ന സമയത്ത് ധരിക്കാനുള്ളൊരു കുപ്പായം, ആ കുപ്പായം അതേ കഴുകുന്നു, വൃത്തിയാക്കുന്നു. ടെക്സ്റ്റൈൽസിൽ നിന്ന് പുതിയ കുപ്പായം വാങ്ങിയാലും ആ കുപ്പായം കഴുകുന്നു, വൃത്തിയാക്കുന്നു, എന്നിട്ട് ധരിക്കുന്നു. എന്തേ കാരണം? അതേ കുപ്പായത്തിൽ അഴുക്ക് വല്ലതുമുണ്ടോ? പൊടികൾ വല്ലതുമുണ്ടോ? ഓ മനുഷ്യ, ഇത് ചിന്തിക്കുന്ന ഞാനും നീയും നമ്മുടെ ഖൽബ് അഴുക്കുകളെ കൊണ്ട് നിറഞ്ഞുപോയത് ചിന്തിക്കാത്തതെന്തേ? അത് ചിന്തിക്കാനുള്ള സമയമാണല്ലോ ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. അതിനല്ലേ അല്ലാഹു തആല നമുക്ക് ഈ മാസം തന്നിട്ടുള്ളത്. ഈ റജബിൽ നമ്മൾ അതാണ് ചിന്തിക്കേണ്ടത്. ജീവിതത്തിൽ ഇന്ന് വരെ വന്നുപോയ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഓരോ മാസത്തിൽ ഓരോന്നും ചെയ്യണം. റജബിൽ എന്താണ് കൂടുതലും ചെയ്യേണ്ടത്? പണ്ഡിതന്മാര് പറഞ്ഞു, അൽ ഇസ്തിഗ്ഫാർ.
ರಜಬುಲು ಯಾರ ಎಂದ್ರೆ ಹಾಕೋಣು, ರಜಬುಲು ಯಾರ ಎಂದ್ರೆ ಹಾಕೋಣು. ಬ್ಯಾರಿ അറിയോ അറിയോ ಬ್ಯಾರಿಡಂಗೆ ಎತ್ತರ ಅಲ್ಲ ಕೈ ಹೋಯ್ತವ್ರು ಬ್ಯಾರಿ ಜೊತೆ ಗೊಂತಾವಲ್ಲ ചിലപ്പോ നക്കണിക്ക് എല്ലാം അതുവേ ഇതെപ്പ അങ്ങനെ പണ്ടിന്നിട്ടില്ല. പണ്ട് ഇതിലൂടെ പോകുമ്പോ എന്തിന്റെ ബാനെ ഫോനായിക്കൊണ്ടായി ഇപ്പൊ ബാല പോലാണ്ട് അവസരാക്കിയോ ഒക്കെ മങ്ങിലായതെല്ലാം നണ്ട കടപ്പുറത്തായിട്ടിരിക്കും ಬ್ಯಾರಿಂಗಲೆ. പെഞ്ഞിമാരെല്ലാം ಬ್ಯಾರಿಂಗ ഇങ്ങ വന്നിട്ട് മാപ്പിളമാരം എന്താക്കിയാറ് ಬ್ಯಾರಿಗೆ കൺവേർട്ട് ആക്കിയാറ് ആണ്. ഇപ്പൊ നമ്മൾ ಬ್ಯಾರಿಂಗಲೆ ഇറങ്ങി അവിടെ ഓക്കെ ഹംസ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഓരോ പക്കത്തിലും ഓരോരുത്തങ്ങ് വലിയ ബല, ഓരോ തിങ്ങലിലും ഓരോ ടൈമിലും ഓരോന്ന് ആക്കണമായതുണ്ട് അല്ലെ. ഓരോ ടൈമിൽ ഓരോന്നാക്കണം, ഓരോ പക്കത്തിൽ ഓരോന്നാക്കണം, ഓരോ തിങ്ങൽ ഓരോന്നാക്കണം. റജബ് തിങ്ങല് യാരെ എന്താക്കണോണ്ട് മഹാന്മാരെന്താ അൽ ഇസ്തിഗ്ഫാർ. റജബ് തിങ്ങലിൽ യാറാക്കണായത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹുടൊട്ട മാപ്പ് കേൾക്കണു. ലൈഫിൽ വന്ന് തപ്പുങ്ങല റബ്ബുടെ എതിർന്ന് വെച്ചിട്ട് മാപ്പ് കേൾക്കണു. നിങ്ങ ഇസ്തിഗ്ഫാർ യാറ ചൊല്ലറൂ. ഓരോ തിങ്ങലിലും ഓരോന്നൊക്കെ വലിയ മഹത്വമുണ്ട്, ഓരോ ടൈമിലും ഓരോന്നൊക്കെ വലിയ മഹത്വമുണ്ട്, ഓരോ പക്കത്തിലും ഓരോന്നൊക്കെ വലിയ മഹത്വമുണ്ട്. മാപ്പിളയുടെ മഹത്വം ഒന്ന് വേറെ, പിന്നയുടെ മഹത്വം ഒന്ന് വേറെ, അബ്ബയുടെ മഹത്വം ഒന്ന് വേറെ, ഉമ്മയുടെ മഹത്വം ഒന്ന് വേറെ. അബ്ബ ഉമ്മയുടെ മഹത്വമാ സുബ്ഹാന ജല്ല ജലാലുഹു, അത് ചൊന്നിട്ടു തീർക്കുകയാവില്ല. ഓരോ പക്കത്തിലും ഓരോരുത്തങ്ങ് വലിയ ഡിമാൻഡ് ഇറങ്ങാം. അബ്ബ ഉമ്മമാരെ വിഷയം പറയുമ്പോ അബ്ബ ഉമ്മമാർക്ക് വലിയ ഡിമാൻഡ് ഉണ്ട്. എല്ലാ ടൈമിലും അബ്ബ ഉമ്മമാർക്ക് അങ്ങനെ ഉണ്ട്. ബാക്കി നമുക്ക് ഡിമാൻഡ് ഉള്ള പക്കത്തിൽ അബ്ബമ്മമാർക്ക് ഡിമാൻഡ് ഇല്ലാട്ടല്ല, അത് ബാക്കി അവിടെ മഹത്വം.